തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതൽ കാണാതായതിൽ അന്വേഷണത്തിന് സാധ്യത. കൊച്ചി CBI കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നാണ് രക്തം പുരണ്ട ഈ തൂവാല കാണാതായത്. ടവൽ കാണുന്നില്ല, എലി കൊണ്ടുപോയി എന്നാണ് സീൽഡ് കവറിൽ എഴുതിയിരുന്നത്. ചൊവ്വാഴ്ച സാക്ഷി വിസ്താരത്തിനിടെ തൂവാല കോടതിയിൽ ഹാജരാക്കാൻ CBI അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോഴാണ് തൂവാല നഷ്ടമായെന്ന് ബോധ്യപ്പെട്ടത്. വിശദാംശങ്ങൾ നിതിൻ സേവ്യർ നൽകും. നിതിൻ, എന്തായാലും ഈ കേസിൽ ഈ ഫോറൻസിക് റിപ്പോർട്ട് ഉള്ളതിനാൽ തിരിച്ചടിയാകില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് CBI എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നിർണായകമായിട്ടുള്ളതാണ് ഈ തൊണ്ടിമുതൽ. അത് കാണാതായത് എങ്ങനെ, എവിടെ പോയി എന്നതിൻ്റെ ഒരു അന്വേഷണം നടത്തണം. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നതല്ലേ? തീർച്ചയായും നിർണായക തെളിവ് എലി കൊണ്ടുപോയത് ഈ തലശ്ശേരി ഫസൽ വധക്കേസിൽ തിരിച്ചടിയാകില്ല എന്നാണ് CBI കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വാദത്തിനിടെയാണ് എറണാകുളം CJM കോടതിയിൽ സൂക്ഷിച്ചിരുന്ന രക്തം പുരണ്ട തൂവാല കാണാതായത് എന്ന് വ്യക്തമായത്. ഫോറൻസിക് റിപ്പോർട്ട് നിലവിൽ തെളിവായി കോടതി അംഗീകരിച്ചിട്ടുള്ളതിനാൽ തൂവാല നഷ്ടപ്പെട്ടത് പ്രശ്നമല്ല എന്നാണ് CBIയുടെ നിലപാട്. തലശ്ശേരി ഫസൽ വധക്കേസിലെ നിർണായക തെളിവായിരുന്നു ഈ രക്തം പുരണ്ട തൂവാല. ധർമ്മടം അണ്ടല്ലൂർ ഭാഗത്ത് RSS പ്രവർത്തകരുടെ വീടിന് സമീപത്ത് റോഡിൽ നിന്നുമാണ് ഈ തൂവാല ലഭിച്ചത്. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം RSS പ്രവർത്തകരിലേക്ക് എത്തിക്കാനായി ഗൂഢാലോചന നടത്തിയതിന്റെ നിർണായക തെളിവാണ് രക്തം പുരണ്ട തൂവാല എന്നാണ് CBIയുടെ വാദം. ഇതിനായി കേസിലെ പ്രതികൾ തൂവാല ഇവിടെ കൊണ്ടിടുകയായിരുന്നു എന്നാണ് CBI വാദിച്ചിരുന്നത്. മെയ് 12-ന് ഹർജി പരിഗണിക്കവേ തൊണ്ടി മുതലായ ഈ തൂവാല ഹാജരാക്കാൻ CBI ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് എറണാകുളം CJM കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൂവാലയടങ്ങിയ സീൽ വെച്ച കവർ കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. ഇത് തുറന്നു നോക്കിയപ്പോഴാണ് തൂവാല അതിൽ ഇല്ല എന്ന് വ്യക്തമായത്. ഏതായാലും ഈ സംഭവത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇത് കാണാതായത്, അല്ലെങ്കിൽ ഇത് എലി കൊണ്ടുപോയത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും കേസിന്റെ ഗതി അല്ലെങ്കിൽ കേസിനെ ഈ വിഷയം ബാധിക്കില്ല എന്ന് തന്നെയാണ് CBIയുടെ വിലയിരുത്തൽ.